എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ്. അവനെ കൊന്നിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. നിത്യ മേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് ഇതൊക്കെ ഈ നാട്ടിൽ ഇത്ര ഫേമസ് ആയി പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവര് ഫോൺ നമ്പർ മാറ്റി 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 പൊന്ന് സാർ നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസ്. അവര് എത്രയോ ഫോണുകള് ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. എവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തറവാട്ട് മഹിമ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊന്നും ഇവന്റെ പടിവാളന്റെ 5 അയലോത്ര പോയിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിണ്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് നിങ്ങൾ ആ പെൺകുട്ടിയുടെ സ്ഥാനത്ത് നിന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. ഓ, അതൊക്കെ ഇപ്പോഴത്തെ ഏത് ചെറുപ്പക്കാർക്കാ പറ്റാത്തത്. അതിന്റെ ഒരു തീവ്രത എന്താണെന്നുള്ളത് ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈ തോന്നും. എന്നിട്ട് അവര് നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ദിവസം ആസിഡ് എടുത്തോണ്ടെന്ന് ഒഴിച്ച് എന്ത് ചെയ്യും? കണ്ട എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ അപ്പൊ എന്റെ ആര് ഉത്തരവാദിത്വം പറയും? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. അയ്യോ, ഈ കൂട്ടത്തിനിടയിൽ ഇവൻ ഉണ്ടായിരിക്കുവോ? ഇവൻ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയത്തിലല്ലേ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. എനിക്കൊരല്പം ധൃതിയുണ്ട്. ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും. വരട്ടെ.